ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വീണ്ടും കളിക്കാൻ പോവുകയാണ് ഇന്ത്യൻ ബേസ് ഡ്രൈവിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരു ഡിഫൻഡർ വെച്ച് ഓഫ് റോഡിങ്ങാണ് പോകുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ കൂട്ടുകാരൻ കമൻ്റ് ഇട്ടിരുന്നു. പുതിയ ന്യൂ അപ്ഡേറ്റ് ഒക്കെ ഇന്ത്യൻ ബൈക്കിൽ വന്നില്ലേ, അതിലെ ബസ് വന്നല്ലോ. അതുകൊണ്ട് ബസ്സിൻ്റെ ഒരു ഗരാജ് പോലെ KSRTC ഒക്കെ ഇടുന്ന അത് സ്ഥലം പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമോ എന്നൊരു കമൻറ്റ്. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതാണ്, നമ്മളത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വേറെ ബസ് കഴിഞ്ഞിട്ട് പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. താണ്ട ഈ പ്ലേയുടെ അടിയിൽ തന്നെ പ്ലഗിൻ എന്നൊരു ഓപ്ഷനാണ്. നേരത്തെ നമ്മൾ ലിങ്ക് വെച്ച് അതിപ്പോൾ ഇതിൽ വെച്ചാണ് ഗൈസ്. അപ്പോൾ പുതുതായിട്ട് 2 വണ്ടി ഇറങ്ങി, ഒരു ഒമിനിയും ഒരു മോഡൽ സ്വിഫ്റ്റുമാണ് ഇറങ്ങിയത്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓ ഗൈസ്, നമ്മുടെ ഇത് വന്നിട്ടൊക്കെ ഉണ്ട്. സൗണ്ട് കൂട്ടിയിടാം, സൗണ്ട് കുറച്ചിട്ടേക്ക് വരുന്നു. പിന്നെ ആനയും വന്നിട്ടുണ്ടായിരുന്നു. ആനയുടെ നമ്പർ 6. ഇതാണ് ഈ ആന. ഒരു RPG എടുത്തിട്ട് ചത്ത്. ഓ, അതിൻ്റെ സൗണ്ട് കറക്റ്റ് ഒരു ആന ചരിയുന്ന പറഞ്ഞാൽ ഇതാണ് ചരിയുന്നത് കേട്ടോ. അതെന്തിൻ്റെ ചോര? ആന നേരെയായി. ഇനി 8 അടിച്ച പുതിയ മോഡൽ സ്വിഫ്റ്റ് വരും ഗൈസ്. ഇതിൻ്റെ ബോഡിയൊക്കെ ഞാൻ കാണിച്ചു തരാൻ. ഒരുമാതിരിയാണ് ഗൈസ്. ഇത് കണ്ട ഫ്രണ്ടിലത്തെ ഇത് കണ്ട ബോണറ്റ് ഒരുമാതിരി ചളങ്ങി വിളിങ്ങിയിരിക്കുക. കുഴപ്പമില്ല. 2 കാറും മാരുതി സുസുക്കിയുടെയാണ്. ഞാൻ കയറി കാണിച്ചു തരാം. ഇൻറ്റീരിയറൊക്കെ ഇതാണ്. ഇതിനകത്തേക്ക് സ്പീഡൊന്നുമില്ല, ഇത് പെതുക്കെ പോകത്തുള്ളൂ. ഉണ്ടാ, അധികം സ്പീഡൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കിടുക്കാച്ച് സാധനമായ ഒമിനി വാൻ. അത് പിന്നെ രക്ഷയില്ലാത്തൊരു സാധനമാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഒമിനി വാൻ. സുസുക്കിയുടെ സിമ്പിൾ ഇല്ലെങ്കിൽ എന്താ, ബാക്കിയെല്ലാം ഒരു സീനും ഇല്ലാതെ ഒരു കിഡിലായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിലെ ഡിക്കിയിലൊക്കെ നമുക്ക് ഏത് കളർ അടിക്കാം, നമുക്ക് നീലയാണല്ലോ ഇതിൻ്റെ ഒരു കൂടുതലും. മാത്രമല്ല, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാണ്. പക്ഷെ ഇതിന് ഭയങ്കര സ്പീഡാണ്. നമ്മുടെ പുതിയ ന്യൂ മോഡൽ സ്വിഫ്റ്റിൻ്റെ അതിനേക്കാളും കൂടുതൽ സ്പീഡ് ഇതിനാണ്. ഇത് പറക്കും തൊട്ടാ. എല്ലാ വണ്ടിയുടെയും കൊണ്ട് ഒരുപോലാണല്ലോ. പിന്നെ പറയാം, ജസ്റ്റ് മിസ്. ഇനി ഇത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും തനിയെ. ഡോർ ഇളകുന്നുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ടാണ് ഞാൻ വെച്ചത്. ഇവിടെ പണിയാനാണ് ഇരിക്കുന്നത്. എന്തായാലും വണ്ടി ഇപ്പോൾ ഇങ്ങോട്ടിടാം. ഈ റോഡൊക്കെ അല്ലേ, വണ്ടി എന്തായാലും ഇവിടെ നൈസായിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്തായാലും പണിയിലായിട്ട് കിടക്കാം. ആദ്യം ഇത് നല്ല സമയമെടുക്കുമായിരിക്കും, കാരണം ഇത് പണിയൊക്കെ വരുമ്പോൾ തെറ്റുകൾ കാണും. അത് ശരിയാക്കുമ്പോഴത്തേക്ക് ഒരു 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കാം, പറയാൻ പറ്റില്ല.
ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബസ് ഓട്ടിക്കുന്ന ജോലി എനിക്ക് കിട്ടിയതുപോലായിരുന്നു കിട്ടുന്നത്. പിന്നെ ആ ജോലി നമ്മൾ ചെയ്യുന്നതായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഈ മതിലൊക്കെ ഈ ഓർഡറിൽ വെക്കാൻ എനിക്കറിയത്തൊന്നുമില്ല. ഇങ്ങനെ വെടിവെച്ച് കളഞ്ഞാൽ പോവല്ലേ. ആഹാ, സൗണ്ട് മാറിയ ഇതിൻ്റെ സൗണ്ട് കൊള്ളത്തില്ല. RPG സൗണ്ടും വ്യത്യാസമൊന്നുമില്ല. ഇവനിതെന്ത് ചെയ്യുന്നു? ഓ, നമ്മുടെ സമയം പോവല്ലേ. നമ്മളെന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു? എന്തായാലും ഇവിടെ W1 അടിച്ച് അതേത് വണ്ടി? അവിടെ ഒരു വണ്ടി പൊട്ടിത്തെറിച്ച്. ഇതെന്തോടെ? അയ്യോ, WBH എന്നായി പോയി. W1 എന്നടിക്കുമ്പോഴാണ് നമ്മളെ മതിലൊക്കെ സ്പോണാവുന്നത്. വന്നിട്ടുണ്ടെന്നാലും അത്യാവശ്യം ഇച്ചിരി വലുതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10-12 ബസ് ഇടാനുള്ള സ്ഥലം വേണം. ബസ്സിൻ്റെ കോഡ് ചിലർക്കൊക്കെ അറിയായിരിക്കും. പുതിയ അപ്ഡേഷൻ ബസ്സിൻ്റെ നമ്മുടെ നേരത്തെ ഓട്ടോറിക്ഷയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ കൂടെ ഇത് വന്നായിരുന്നു, ചെലന്തി സ്പൈഡർ വന്നായിരുന്നു. സ്പൈഡറിൻ്റെ കോഡ് 5599 എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 5599 അടിച്ചാൽ സ്പൈഡർ കിട്ടത്തില്ല. പകരം നമ്മുടെ ബസ്സായിരിക്കും കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കുറച്ച് ഇനി അടുത്ത അപ്ഡേഷനിൽ സ്പൈഡറിന് വേറെ കോഡൊക്കെ ഇട്ട് വരുമായിരിക്കാം. ഒരുമാതിരി ഇങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. ഇത് വേണ്ട. ഇടയ്ക്ക് ഒരു ഊട്ട വന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ മതി. ചിലർ കാണിക്കുമ്പോൾ അത് കറക്റ്റ് ഇതിലൊക്കെ വെക്കുന്നവർ വെക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയോ. പക്ഷെ എനിക്ക് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ അറിയത്തില്ല. അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എന്തായാലും വണ്ടി കയറ്റാൻ വല്ലതും ഉണ്ടോ? ഇയാളിതെന്തുവാ? അയാളെ കൊന്നുകഴിഞ്ഞ് പോലീസ് വരുമല്ലേ. ഒരു പണിയേ ഉള്ളൂ, സ്റ്റീവ് ബോംബ് എടുത്തത്. ഇയാളിതെവിടെ കാണുന്നു? ഇയാളെ പേടിച്ചറേ. സ്റ്റീവ് ബോംബ് അടിച്ചത് പോകുന്നു. നമ്മളവിടെ നിന്നിട്ട് പ്രദേശിക്കുമ്പോന്നിട്ട് പറ്റത്തില്ല. അയ്യേ, സ്റ്റിക്കി ബോംബ് പൊട്ടിത്തെറിക്കത്തില്ലേ? അതൊന്ന് നോക്കിയതാ. നമ്മുടെ സമയം പോവല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. നമ്മുടെ ഇത് കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇത്രയൊക്കെ സ്ഥലമേ ഉള്ളോ? ഇച്ചിരിയും കൂടെ സ്ഥലം വേണം. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആര് പോയാലും ഞാൻ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലും. ഞാൻ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞാൻ നടന്നു വരാൻ ഇച്ചിരി സമയം എടുക്കും. അവനോട് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കി ബോംബ് ഇട്ടപ്പോഴേ അവൻ ഓടിത്തള്ളി.
പുള്ളിക്കാരന് പേടിയെല്ലാമായി കാണും. നമ്മളായാൽ തന്നെ നമ്മുടെ അടുത്ത് സിക്കി ബോംബിട്ടാൽ നമ്മൾ പേടിക്കാതെ ഇങ്ങനെ ഇരിക്കുമോ? അവർ പൊട്ടിച്ചാലും പേടിക്കാതിരിക്കും. പൊട്ടിച്ചാൽ പിന്നെ ഇതെന്തിനാ വെച്ചേക്കുന്നത്? കാണുമ്പോൾ വെറും വൃത്തികേട്. ഓ, നമ്മളിതാ ഒഴിച്ച് സ്റ്റാർട്ടാക്കി ഫോർവേഡ് കൊടുത്തു. എന്താണ് ട്രെയിൻ പോകാത്ത? ട്രെയിൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഒറ്റടിക്കുമ്പോഴല്ലേ സ്വിഫ്റ്റ് വരുന്നത്. സ്വിഫ്റ്റിൽ കയറി ഇനി അങ്ങരോടി ആ ഓമിനി കയറുന്നതിന് പകരം ഇവിടെ ഇന്നൊരു വണ്ടി വിളിക്കുന്നു. എന്നാലും ഇതെന്താടാ? സ്വിഫ്റ്റ് ഇവിടെ കിടക്കട്ടെ. എന്തായാലും നമുക്ക് വേണ്ടല്ലോ ഈ സാധനം. ഈ സമയത്ത് ട്രെയിൻ എങ്ങനെ സ്റ്റാർട്ടായ പിന്നെ വരുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം സ്വിഫ്റ്റിന് എന്ത് പറ്റുന്നുണ്ട്. കണ്ടോളൂ. ചിലപ്പോൾ സ്വിഫ്റ്റിനെയും കൊണ്ട് ട്രെയിൻ പോവും. അതോ പോകുന്നു. ഇവിടെ സ്വിഫ്റ്റ് പോയിടെ. സ്വിഫ്റ്റ് ഇപ്പോൾ ചരിഞ്ഞ്. സ്വിഫ്റ്റ് ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. സ്വിഫ്റ്റിൻ്റെ എന്തോ ഒരു നോക്കട്ടെ. സ്വിഫ്റ്റിൻ്റെ ഗ്ലാസ്സൊക്കെ ഇളകി. ഇവിടെ ഒരു ഡോറും കിടപ്പുണ്ട്. അവൻ്റെ അവിടെ ഇത് എത്ര നേരമായി? 12 മിനിറ്റായി. നമുക്ക് W1 മുതൽ ഗൈസ് വരുന്ന എന്തൊരു പ്രശ്നമുണ്ടല്ലോ. ഗൈസ് നമ്മുടെ മതിലൂട്ടപ്പൻ വന്നിരിക്കുന്നു. മതിൽ കുട്ടപ്പൻ വന്നേ. അപ്പം ഗൈസ് നമുക്ക് ഇവിടെ മൊത്തം W1 ഇന്ന് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച ഇവിടെ മൊത്തം W1 ഉണ്ടാക്കണം. എന്നിട്ട് ബിൽഡിങ്ങൊക്കെ പണിയണം. ഏത് ബിൽഡിങ് വേണം എന്ന് നോക്കിയിട്ടില്ല. ഇത്രയൊക്കെ പോരെ? ഇവിടെ കൂടിപ്പോയി കേട്ടോ. ഇത്രയൊന്നും സത്യം പറഞ്ഞാൽ വേണ്ട നമുക്ക്. ഇവിടെ ഒരു കിട്ടും. ഇതിലേ കൂടെ വണ്ടി കയറ്റണം. സിമ്പിളായിട്ടൊരു കാര്യമല്ലത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇത് മതി. എടുത്തുണ്ടാ? പക്ഷേ ചില സമയം അറിയാതെ തനിയെ അങ്ങ് ചെയ്യും. എങ്ങനെ സംഭവിച്ചേ? നമ്മൾ നൈസിന് മതിൽ ചാടിപ്പോയി. മതിലൊണിഞ്ഞു. ഈ മതിലങ്ങ് വെടിവെച്ച് കളയാം. എന്നിട്ട്
ലാസ്റ്റ് മതിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ W1 ഇത്രയും ഒരു മതിലും കൂടെ മതി കാണും. മതി ഒരു മതിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. മതിലിൻ്റെ പണി ഈ സൈഡിൽ അപ്പം തീരും. ചേച്ചി ചരിഞ്ഞു പോയി. മതിലില്ലായിരുന്നെങ്കിൽ നേരെ അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ നേരെ ഇരുന്ന് ഒറ്റയടി ചത്തേനെ. ഇപ്പോൾ ഇവരൊക്കെ എന്തിനാ സത്യം പറഞ്ഞ് നടക്കുന്നത്? എനിക്കറിയാത്ത ഏതാ. അങ്ങോട്ട് മാറ്റി വെക്കും. മതിലങ്ങനെ വരുന്നു. വന്നില്ല വന്നേ. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ബിൽഡിംഗ് ഇവിടെ വെച്ചിട്ട് നിർത്താം. ബിൽഡിങ് 8 കൊടുക്കാം ഇവിടെ. എന്നിട്ട് ഇവിടെ ഒന്ന് ബസ് ഫോൺ ചെയ്തിരുന്നു. തീരുന്നു. അത്രയൊക്കെ ചെയ്യാൻ അറിയത്തുള്ളൂ. ഇതെവിടാ പോയി കിടക്കുന്നത്? വേണമെന്ന് വിചാരിച്ച്, പക്ഷെ ഇത് ഭയങ്കര ഒരു കോട്ട പോലെ ആയിപ്പോയി. B10 ആണോ? ചെറിയൊരു തോതി. അയ്യോ, ഇതിൻ്റെ പകുതി ഭാഗം അങ്ങ് പുറത്തു പോയല്ലേ. ലാസ്റ്റ് ബിൽഡിങ് ഇങ്ങോട്ട് മാറി നിന്നിട്ട് സൈഡിൽ മതിലൊന്നുമില്ല. B10 ആണല്ലോ. ഇത്രയൊക്കെ മാറ്റിയടേ. ഇതൊക്കെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്തിട്ടേക്കാം. പിന്നെ ബസ് സ്റ്റാൻഡ് എന്നാരെങ്കിലും പറയുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ബസ് ഇത് വാളാണല്ലോ. ഒരു ബസ് സ്പോൺ ചെയ്യണം. ഇത് കഴിഞ്ഞു ഇടയ്ക്ക് ആരാണ്ട് ഇടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഗരാജല്ല, ബസ്സിൻ്റെ ഗരാജിൻ്റെ പണി കഴിഞ്ഞിരിക്കും. നമുക്ക് 5-5-9 അടിച്ചിട്ട് നമുക്ക് നിർത്താം ഗൈസ്. 5-5-9 പാർക്ക് ചെയ്തല്ലിട്ടെ. കുഴപ്പമില്ല, എങ്ങനെ കിടന്നാലും എന്താ. ഇതാണ് ഗൈസ്. അയ്യോ, ഇവിടെ വണ്ടിയുടെ സ്ഥലമൊന്നുമില്ല. ഇതാണ് ഗൈസ്. ഇച്ചിരി സ്ഥലം പോലും ഇല്ലടേ. ഇവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. കഷ്ടം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ നമുക്ക് ഈ ബസ് ഓട്ടിക്കുന്ന ജോലി കിട്ടുന്ന വല്ലതായിരിക്കാം. എന്തായാലും വണ്ടി ഇവിടെ തിരിച്ചിടുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തോ. പിന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. ട്രെയിനൊക്കെ ട്രെയിൻ തിരിച്ചു പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. ഓക്കെ.